Hi everyone. So this talk is about a study that was done on intermittent fasting. So intermittent fasting നമ്മളെല്ലാവരും ഒരുപാട് ആൾക്കാർ സക്സസ്ഫുള്ളി ചെയ്ത് വെയിറ്റ് ലോസും ബ്ലഡ് പ്രഷറും അല്ലെങ്കിൽ കൊളസ്ട്രോളും ഒക്കെ കുറച്ചിട്ടുള്ള ഒരു മെത്തഡ് ഓഫ് ഈറ്റിംഗ് ആണ്. സോ 8 hours റെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ് വഴി ഉണ്ടാകാവുന്ന കാർഡിയോ വാസ്കുലർ റിസ്കിനെ പറ്റി ഒരു അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ഒരു സ്റ്റഡി ചെയ്തു. ഓവർ 20,000 അമേരിക്കൻസിലാണ് ഒരു സ്റ്റഡി ചെയ്തത്. സോ 8 hours റെസ്ട്രിക്റ്റഡ് മീൽസ് ഫോളോ ചെയ്ത ആളുകളിൽ കാർഡിയോ വാസ്കുലർ റിസ്ക് 91% മോർ ആയിട്ട് കണ്ടു എന്ന് ആണ് ആ സ്റ്റഡി തെളിയിച്ചത്. പിയർ റിവ്യൂഡ് ആയിട്ടില്ല എങ്കിലും ഇത് ആളുകൾ സെൽഫ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായ ഒരു സ്റ്റഡിയുടെ ബേസിലുള്ള ഔട്ട്കം ആണിത്. സോ ആൾക്കാരിൽ അത് ഭയങ്കര ഒരു എന്താ പറയണ്ടേ ഭീതി ഉളവാക്കിയിട്ടുണ്ട്. കാരണം ഒരുപാട് ആളുകൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വഴി സക്സസ്ഫുൾ ആയിട്ട് അവരുടെ ഡയറ്റ് മാനേജ് ചെയ്ത് അവരുടെ ബ്ലഡ് പ്രഷറും ബ്ലഡ് ഷുഗേഴ്സും കൊളസ്ട്രോളും വെയിറ്റും ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു പെട്ടെന്ന് എല്ലാവരും ഈ ഒരു സ്റ്റഡിയുടെ ഔട്ട്കം കേട്ടപ്പോൾ വളരെ ഒരു ഞെട്ടലിലാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വർക്ക് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ 8 hours നമ്മൾ ഫുഡ് കഴിച്ചിട്ട് 16 hours 8 and 16 അല്ലെങ്കിൽ 8 to 16 അല്ലെങ്കിൽ 4 to 20 എന്ന് പറഞ്ഞാൽ 20 hours കഴിക്കാതിരിക്കുക, 4 hours ഫുഡെല്ലാം കഴിക്കുക. അങ്ങനെ ഒരു മെത്തേഡ് വഴി നമുക്ക് വെയിറ്റ് ലോസും ഈ പറഞ്ഞ എല്ലാ ബെനിഫിറ്റ്സും അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പ്രൂവൺ ആയിട്ടുള്ള ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സ്റ്റഡി വരുന്നത്. സോ പല ഡോക്ടേഴ്സ് അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റിൻ്റെ അഭിപ്രായം അനുസരിച്ച് അതിന് ഒരുപാട് വേരിയബിൾ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഈ ആൾക്കാർ അതിനകത്ത് സ്മോക്കേഴ്സ് കാണും, ഡിഫറെൻറ്റ് എത്നിസിറ്റീസ് കാണും. കാരണം ജനറ്റിക് ഫാക്ടേഴ്സ് വരെയും അഫക്റ്റഡ് ആയിട്ടുണ്ട് നമ്മുടെ ഹെൽത്തിനെ. അതുകൊണ്ട് ഡിഫറെൻറ്റ് വേരിയബിൾ ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് അപ്പം ഈ ആൾക്കാർ കഴിച്ചത് എന്താണ് കഴിച്ചത്, വെൻ യു ഈറ്റിനേക്കാളും വാട്ട് യു ഈറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു വേരിയബിൾസ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ആ സ്റ്റഡിക്ക് എന്തുമാത്രം എന്താ പറയണ്ടേ ക്രെഡിബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് കംപ്ലീറ്റ്ലി അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അല്ലെങ്കിൽ ആരും അത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ബാഡ് ആണെന്ന് വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെങ്കിൽ സർട്ടൻ കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് അത് എടുക്കാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് നല്ലതല്ല. എസ്പെഷ്യലി കൊച്ചുകുട്ടികൾ, ടീനേജേഴ്സ്, പ്രഗ്നന്റ് വിമന്, പിന്നെ അഡ്വാൻസ്ഡ് ടൈപ്പ് 2 ഡയബറ്റീസ്, പിന്നെ ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ളവരെ എടുക്കാനേ പാടില്ല. അങ്ങനെ പിന്നെ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഇതൊക്കെ ഉള്ളവർക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ പാടില്ല. സോ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമ്മളുടെ എക്സ്ട്രാ വരുന്ന ഷുഗർ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്ത് ലിവറിലും അഡിപ്പോസ് ടിഷ്യൂലും ഒക്കെയാണ് സ്റ്റോർ ആയിട്ട് വെക്കുന്നത്. നമ്മൾ ഫാസ്റ്റ് ചെയ്യുമ്പോഴത്തേനും ഈ ഗ്ലൈക്കോജൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഗ്ലൈക്കോജനെ വീണ്ടും നമ്മൾ നമ്മുടെ ബോഡി ഗ്ലൂക്കോസ് ആയിട്ട് യൂസ് ചെയ്യുന്നു നമ്മുടെ എനർജിക്ക് വേണ്ടിയിട്ട്. സോ ലിവറിലുള്ള ഗ്ലൈക്കോജൻ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂലുള്ള ഫാറ്റ് ആണ് ബേൺ ആയിട്ട് നമുക്ക് കാലറി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഫാറ്റ് റിസോഴ്സസ് നമ്മളുടെ ബേൺ ആകുമ്പോൾ നമ്മുടെ ബോഡി ഫാറ്റ് ലൂസ് ചെയ്യുന്നു ഇവൻച്വലി. അതാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ നടക്കുന്ന മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ നടക്കുന്നത് കൊണ്ട് നമുക്ക് ബേസിക്കലി ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഓൺലി ഹെൽപ്സ് അസ് ബിക്കോസ് വി ആർ ലൂസിങ് ദ ബോഡി ഫാറ്റ്. അങ്ങനെ നമുക്ക് ബ്ലഡ് ഷുഗറും ബ്ലഡ് പ്രഷറും ഈവൻ കൊളസ്ട്രോൾ ലെവൽസും റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇവൻച്വലി ബോഡി വെയ്റ്റും കുറയ്ക്കാൻ പറ്റും. സോ വി ക്യാൻ ലീഡ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. സോ ഇറ്റ് റെഡ്യൂസസ് ദ കാർഡിയോവാസ്കുലർ മൊർട്ടാലിറ്റി എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള റിസർച്ചൊക്കെ. പിന്നെ കീറ്റോ ഡയറ്റ് വേറെ ഉണ്ട്, അത് വേറൊരു ടോട്ടലി അനദർ ബിഗർ ടോപ്പിക്. പക്ഷേ ഇവിടെയും ഫാറ്റ് ബേൺ ചെയ്യുമ്പം കീറ്റോൺസ് ഫോം ചെയ്യുന്നുണ്ട്. ഒരുപാട് LDL കൊളസ്ട്രോൾ അല്ലെങ്കിൽ ബാഡ് കൊളസ്ട്രോൾ ഉള്ളവർക്ക് അത് ചിലപ്പോൾ LDL കൊളസ്ട്രോൾ ഹൈ ആക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡിഫറെൻറ്റ് വേരിയബിൾസ് ഉണ്ട്. നമ്മൾ ഏത് ഫുഡ് കഴിച്ചാലും ഇപ്പം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്താൽ പോലും ഇപ്പം ഈ ഒരു സ്റ്റഡിയുടെ ബേസിലും നമുക്കറിയത്തില്ല എന്തൊക്കെ വേരിയബിൾസ് അവർ കൺസിഡർ ചെയ്തു എന്നുള്ളത്. സ്മോക്കേഴ്സ് അല്ലെങ്കിൽ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരൊക്കെ ഈ സ്റ്റഡിക്കകത്ത് ഉണ്ടായിരുന്നിരിക്കാം. അപ്പം അവരുടെയൊക്കെ മോർട്ടാലിറ്റി റേറ്റ് ഓൾറെഡി ചിലപ്പോൾ ഹൈ ആവാൻ ഉള്ള സാധ്യതയുള്ളവരായിരുന്നിരിക്കാം.
അതുപോലെ നമ്മൾ കഴിക്കുന്നത് 4 മണിക്കൂറേ കഴിക്കുന്നുള്ളെങ്കിലും ടോട്ടലി അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് യു. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. ബാക്കി 16 മണിക്കൂർ കഴിക്കുന്നില്ല, അല്ലെങ്കിൽ 20 hours ഫുഡ് കഴിക്കുന്നില്ല. പക്ഷെ കഴിക്കുന്ന 4 hours ഇഫ് യു ഈറ്റ് എ ഹൈ ഫാറ്റ്, ഹൈ സോൾട്ട്, ഹൈ കാർബ് ഡയറ്റ്, ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് യു. അത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ പോലും നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കുക. ഇൻ അതർ വേർഡ്സ്, ഈവൻ ഇഫ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തില്ലെങ്കിലും അതിന് മോർ ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തില്ലെങ്കിലും കഴിക്കുമ്പം ഹെൽത്തി ആയിട്ട് ഹൈ കാർബ്, ഹൈ ഫാറ്റ്, ഹൈ സോൾട്ട് ഡയറ്റൊക്കെ ഒഴിവാക്കി ഹെൽത്തി ആയിട്ട് കഴിക്കുകയാണെങ്കിൽ that even helps, sometimes even better than intermittent fasting. So there's no such diet which is good or bad. It's all depending on what you eat than when you eat. Hope this helps. Thank you.